إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് ആദ്യം എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഖൈറു യൗമിൻ, ദിവസങ്ങളിൽ വെച്ച് സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ഉന്നതമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വെള്ളിയാഴ്ചയുടെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന രൂപത്തിലായിരിക്കണം ജുമുഅയിൽ ഇരിക്കേണ്ടത് എന്നാണ് ആമുഖമായി ഉണർത്താനുള്ളത്. വിശുദ്ധ ഖുർആനിൽ പല പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ പല ആവർത്തിക്കപ്പെട്ടതായി നമ്മൾ കണ്ടിട്ടും അതേപോലെ തന്നെ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രങ്ങൾ അത് ഒരു വായന വായിച്ചു പോകാതെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അത് ജീവിതത്തോട് ചേർത്ത് വെക്കാൻ, അത് ജീവിതത്തോട് തുലനപ്പെടുത്തി ജീവിതത്തെ ശരിപ്പെടുത്താൻ പരിശ്രമിക്കുമ്പോഴാണ് ചരിത്ര വായന ഏറ്റവും ഉപകാരപ്രദമായി മാറുന്നത്. പല ആളുകളും ചരിത്രം വായിക്കുന്നത് ചരിത്ര വായനയോട് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം, അതല്ലെങ്കിൽ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതാണല്ലോ ചരിത്രം, അതുകൊണ്ട് വായിച്ചു പോകുന്ന ആളുകളുണ്ട്. എന്നാൽ അതിലെല്ലാം ഉപരി വിശുദ്ധ ഖുർആനിലൂടെ കടന്നുപോയ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം ചരിത്രങ്ങൾ നമ്മൾ വായിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിലെ 111-ാമത്തെ ആയത്തിൽ പറയുന്നത്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക്, ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്ന ആളുകൾക്ക് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് എന്ന്, അവരുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരുപാട് സന്ദർഭങ്ങൾ പ്രവാചകന്മാരുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അത് ബുദ്ധിയുള്ള ആളുകളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്.
എന്നിട്ട് അള്ളാഹു പറയുന്നത് ആ ചരിത്രങ്ങളൊന്നും അത് മാ കാന ഹദീസൻ യുഫ്തറ, കെട്ടിച്ചമക്കപ്പെട്ടതല്ല, വെറുതെയുള്ള കഥകളല്ല, മറിച്ച് സംഭവിച്ച യഥാർത്ഥമായ കഥകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുള്ളത്. ആ കഥകൾ വായിക്കുന്ന, ആ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വഹുദൻ വറഹ്മ, ഹിദായത്തുണ്ട്, കാരുണ്യമുണ്ട്, ലിഖൗമിൻ യുഅ്മിനൂൻ, വിശ്വാസികളായ ആളുകൾക്ക് എന്നാണ്. അതുകൊണ്ട് ചരിത്രങ്ങൾ, ആ ചരിത്രത്തിൽ കാരുണ്യവും ഹിദായത്തുമുണ്ട് എന്ന് മനസ്സിലാക്കി ആ കാരുണ്യവും ആ ഹിദായത്തും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു ചരിത്രം, വിശുദ്ധ ഖുർആൻ ഏറെ പേടിശയോടുകൂടി എല്ലാ ആളുകളും വായിക്കണമെന്ന നിലക്ക് ഏറ്റവും നല്ല കഥ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്. സൂറത്ത് യൂസുഫിലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല ഒരു കഥ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങൾ അശ്രദ്ധയിലാകരുത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതിൽ വെച്ച്, വിശുദ്ധ ഖുർആൻ നമുക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും നല്ല കഥ അത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്. ലഖദ് കാന ഫീ യൂസുഫ വ ഇഖ്വതിഹി ആയാതുൻ ലിസ്സായിലിൻ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയത്തിലും അദ്ദേഹത്തിന്റെ സഹോദരന്റെ വിഷയത്തിലും നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് പ്രേരകങ്ങളുണ്ട് എന്നാണ് സൂറത്ത് യൂസുഫിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്. ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് 100-നെക്കാളും അധികം പാഠങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊന്നും പ്രതിപാദിക്കാതെ, അതൊന്നും അത്ര നല്ല കഥ എന്ന് പറയാതെ വിശേഷിപ്പിക്കാതെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത് അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല കഥ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം ജീവിതയാത്രയിൽ പൊട്ടക്കിണർ മുതൽ രാജകൊട്ടാരം വരെയുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ പ്രവാചകനായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ അവസ്ഥ അദ്ദേഹത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്, സന്താപത്തിന്റെ അവസ്ഥ അദ്ദേഹത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്, ഐശ്വര്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും വേർപിരലിന്റെയും കൂടിച്ചേരലിന്റെയും ഇങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലൂടെയും എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയ പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ വിഷമിച്ചിരിക്കുന്ന ദുഃഖിതരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കഥയിൽ, യൂസുഫ് നബിയുടെ കഥയിൽ സന്തോഷത്തിന്റെ വാർത്തകളുണ്ട്. ദാരിദ്ര്യത്തിൽ അകപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതീക്ഷ നൽകുന്ന കഥയാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കഥ. സൂറത്തുൽ ഇൻശിഖാഖിൽ പറഞ്ഞതുപോലെ ലതർകബുന്ന തബഖൻ അൻ തബഖ്, നിങ്ങളുടെ ജീവിതം വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ജീവിതമായിരിക്കും മനുഷ്യൻ ജീവിച്ചു തീർക്കേണ്ടത് എന്നാണ്. നമുക്കറിയാം, ചില ദിവസങ്ങൾ ഐശ്വര്യത്തിന്റെ ദിവസങ്ങളാണ് എങ്കിൽ പിന്നീട് നമുക്ക് വരാനിരിക്കുന്നത് പരീക്ഷണങ്ങളുടെ ദിവസങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നത് മാറിമറിയുന്ന ഓരോ ഘട്ടങ്ങളിലൂടെയുമാണ് മനുഷ്യൻ അവന്റെ ജീവിതം തള്ളി നീക്കുന്നത് എന്നാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന 1-ാമത്തെ പാഠം, മക്കൾക്കിടയിൽ നമ്മൾ നീതി പാലിക്കേണ്ടതുണ്ട് എന്നതാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അതിയായി സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്തെക്കുറിച്ച് തന്റെ സഹോദരന്മാർ അറിയുകയും ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ വകവരുത്താൻ, യൂസുഫ് നബിയെ പിതാവിൽ നിന്ന് അകറ്റണം എന്നവർ തീരുമാനിക്കുകയും പിതാവിൽ നിന്ന് അകറ്റുകയും ചെയ്തു എന്നാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വാഭാവികമായും ഉപ്പ എന്ന നിലക്ക്, ഉമ്മ എന്ന നിലക്ക് ചിലപ്പോൾ നമ്മുടെ മക്കളുടെ കൂട്ടത്തിൽ, നമ്മളുടെ മകളുടെ കൂട്ടത്തിൽ നമുക്ക് ചില മക്കളുടെ സ്നേഹം കൂടുതലായിരിക്കാം. എന്നാലും അത് മറ്റുള്ള മക്കൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഒരിക്കലും നമ്മൾ പ്രതികരിക്കുകയോ ആ രൂപത്തിൽ അവരോട് ഇടപെടുകയോ ചെയ്യരുത് എന്നാണ് നമുക്ക് ഈ ചരിത്രം പഠിപ്പിച്ചു തരുന്നത്. നമുക്ക് ഒരാളോട് അമിതമായ സ്നേഹമുണ്ട് എങ്കിൽ ആ സ്നേഹം ഹൃദയത്തിലാണ് നമ്മൾ വെക്കേണ്ടത്. അല്ലാതെ മറ്റുള്ള മക്കൾക്കിടയിൽ അനീതി ഉണ്ടാക്കുന്ന, മറ്റുള്ള മക്കൾക്ക് ദേഷ്യമുണ്ടാക്കുന്ന
ഉണ്ടാക്കുന്ന രൂപത്തിൽ ഒരിക്കലും നമ്മൾ അത്തരം പെരുമാറ്റങ്ങൾ നമ്മളുടെ മക്കളോട് പെരുമാറരുത് എന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇഅ്ദിലു, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി പാലിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമാണ് ആ കൽപ്പന. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കിടയിൽ നമ്മൾ നീതി പാലിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ല എങ്കിൽ അവർക്കിടയിൽ അസൂയ ജനിക്കുകയും ആ അസൂയ മൂലം മറ്റു പാപങ്ങൾ ഉണ്ടാവുകയും മറ്റു തിന്മകളിലേക്ക് നമ്മുടെ മക്കൾ മുതിരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. എത്രയെത്ര മക്കളാണ് സ്വന്തം പിതാവിന്റെയും മാതാവിന്റെയും ഇങ്ങനെയുള്ള ഇടപെടലുകൾ കാരണത്താൽ, ഇങ്ങനെയുള്ള പെരുമാറ്റം കാരണത്താൽ ഡിപ്രഷനിലേക്ക് എത്തിച്ചേരുന്ന, അങ്ങേയറ്റത്തെ വിഷമത്തിലേക്ക് എത്തിച്ചേരുന്ന എത്രയെത്ര മക്കളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തിരിച്ചറിയേണ്ടത്, നിങ്ങളുടെ മക്കളുടെ സന്തോഷം ഒരു വേള നിങ്ങളുടെ കയ്യിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ എല്ലാ ആളുകൾക്കും ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളുടെ കീഴിൽ ചില ആളുകളുണ്ട്, ആ ആളുകളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ കൃത്യമായി നിർവഹിക്കണമെന്നാണ്. ആ നിർവഹണത്തിൽ ഒരു വീഴ്ചയും വരാൻ പാടില്ല. ആ നിർവഹണത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കുക എന്ന വിഷയം. രണ്ടാമത്തേത്, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ശ്രേഷ്ഠമായ പാഠം, നമ്മൾ ജീവിതത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. ചില ആളുകൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നാമ്പുറത്തെ കുറിച്ച് ആലോചിക്കുകയോ അതിന്റെ വരും വരായ്മകളെ കുറിച്ച് ആലോചിക്കുകയോ ഒന്നും തന്നെ ചെയ്യാതെ ചില കാര്യങ്ങളിലേക്ക് മുന്നിടുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരിക്കലും നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു ബിസിനസ് തുടങ്ങുകയാണ് എങ്കിലും, അതല്ലെങ്കിൽ പഠനത്തിന്റെ വിഷയത്തിൽ ഒരു പുതിയ കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിലും, എന്താണെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിന്റെ നാനാവശങ്ങളും നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും അതിനെക്കുറിച്ച് അറിവുള്ള ആളുകളോട് നമ്മൾ ചോദിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനായ യൂസുഫ് നബി ഉപ്പയോട് സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, മകനായ യൂസുഫ് കണ്ട സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉപ്പ പറയുന്നത്, ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക, നിന്റെ സഹോദരന്മാരോട് നീ ഈ കഥ ഒരിക്കലും പറയരുത് എന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവർ നിനക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് നീ ഈ കഥ പറയരുത് എന്ന്. ആ കഥ, ആ സ്വപ്നം എന്നുള്ളത് അത് ആ കുടുംബത്തിനുള്ള സന്തോഷ വാർത്ത ആയിരുന്നു എന്ന്. എന്നിട്ട് പോലും നീ പറയരുത്, അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകും, മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നതിനെ കുറിച്ചാണ് ആ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മറ്റൊരവസരത്തിൽ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കൾ അവരെല്ലാ ആളുകളും ഒരേ വാതിലിലൂടെ കടന്നു പോകരുത് എന്നാണ് യാക്കൂബ് നബി പറയുന്നത്. ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ, നിങ്ങൾ ഒറ്റ വാതിലിലൂടെ കടന്നു പോകരുത് എന്ന്. കാരണം യാക്കൂബ് നബിയുടെ മക്കളെല്ലാം കാണാൻ സൗന്ദര്യമുള്ള ആളുകളായിരുന്നു. എല്ലാ ആളുകളും ഒരു വാതിലിലൂടെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും അസൂയയോ കണ്ണീറോ മറ്റോ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഒരു മുൻകരുതൽ സ്വീകരിക്കുകയായിരുന്നു യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത് എന്ന്. എന്നാൽ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമുക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാകും, നമുക്ക് പല സ്വപ്നങ്ങളും ഉണ്ടാകും. ആ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമെല്ലാം നമ്മൾ എല്ലാ ആളുകളോടും പറയരുത്. എല്ലാ ആളുകളും നമ്മൾ വിചാരിക്കുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആ ലക്ഷ്യം നമുക്ക് ലഭിക്കണം, അതല്ലെങ്കിൽ ആ സ്വപ്നം എന്നോട് പറഞ്ഞ വ്യക്തിക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളായിരിക്കുകയില്ല. നമ്മുടെ അത്ര നിഷ്കളങ്കത മറ്റുള്ള ആളുകൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾ നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ ലക്ഷ്യങ്ങളെ തകർക്കാൻ, ആ സ്വപ്നങ്ങളെ തകർക്കാൻ പണിയെടുക്കുന്ന ആളുകളായിരിക്കാം, അതല്ലെങ്കിൽ അതിനോട് അസൂയ വെച്ച് പുലർത്തുന്ന ആളുകളായിരിക്കാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇസ്തഈനു, നിങ്ങൾ സഹായം തേടുക, അലാ ഇൻജാഹിൽ ഹവായിജി ബിൽ കിത്മാനി ഫഇന്ന കുല്ല ദി നിഅമത്തിൻ മഹ്സൂദുൻ. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ എല്ലാ ആളുകളോടും അത് പറയരുത്, നിങ്ങൾ രഹസ്യമാക്കി വെക്കണം. രഹസ്യമാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന്. കാരണം ചില അനുഗ്രഹങ്ങൾ, ചില നിഅമത്തുകൾ അത് അസൂയാലുക്കളാൽ തട്ടിയെടുക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ രഹസ്യങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ അത് നമ്മൾ പറയേണ്ടത് നമ്മോട് അടുത്തു നിൽക്കുന്ന, നമ്മോട് അങ്ങേയറ്റത്തെ ഇഷ്ടം വെച്ച് പുലർത്തുന്ന, ഒരിക്കലും നമ്മെ വഞ്ചിക്കുകയില്ല, ഒരിക്കലും നമ്മുടെ സ്വപ്നത്തിന് തടസ്സം നിൽക്കുകയില്ല എന്നുള്ള ആളുകളോട് മാത്രമാണ് നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും പറയേണ്ടത് എന്നാണ് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പാഠം. മൂന്നാമത്തേത്,
തിന്മകളെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. അത് എത്ര ചെറുതാണെങ്കിലും തിന്മയെ നമ്മൾ മുൻകരുതലോടുകൂടി ജാഗ്രതയോടുകൂടിയിട്ടാണ് നമ്മൾ തിന്മയെ കാണേണ്ടത്. ചെറിയ തിന്മയിൽ നിന്ന് തുടങ്ങി അവസാനിപ്പിക്കാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്ന യാഥാർത്ഥ്യ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. എത്രയെത്ര ആളുകളാണ് ഒരു സിപ്പിൽ നിന്ന് തുടങ്ങി, ഒരു പഫിൽ നിന്ന് തുടങ്ങി അവസാനം അതിനടിമപ്പെട്ട് സ്വന്തത്തോട് പോലും താല്പര്യമില്ലാതെ, സ്വന്തത്തോട് പോലും ഇഷ്ടമില്ലാതെ, കുടുംബത്തിനോ സമൂഹത്തിനോ ഒരു ഉപകാരവുമില്ലാത്ത വെറും മൃഗങ്ങൾക്ക് തുല്യമായി മാറുന്ന എത്രയെത്ര ആളുകൾ നമുക്കിടയിലുണ്ട് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എല്ലാം തുടങ്ങിയത് ഒറ്റ വലിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു ഗ്ലാസിൽ നിന്നായിരുന്നു തുടങ്ങിയിരുന്നത് എന്നാണ്. അതുകൊണ്ട് ഓരോ ചെറിയ തിന്മകളും അത് നിങ്ങളെ കൊണ്ടെത്തിക്കുക, അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ താറുമാറാക്കും, ജീവിതത്തിന്റെ ഗതിയെ മാറ്റിമറിക്കും എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. അവിഹിതമായി നിങ്ങൾ നിങ്ങളുടെ ഭാര്യക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇരുട്ടിൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട് എങ്കിൽ തിരിച്ചറിയുക, അത് നിങ്ങളുടെ കുടുംബത്തിന്റെ തകർച്ചയുടെ ഒന്നാമത്തെ മെസ്സേജാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എങ്ങനെയാണ് സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കെ മറ്റൊരാൾക്ക് അവിഹിതത്തോടുകൂടി മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കണം. നിങ്ങളുടെ സ്ഥാനത്ത്, നിങ്ങൾ ചെയ്യുന്ന ആ നീചമായ പ്രവർത്തനത്തിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ ഉപ്പയായിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്നൊന്ന് ആലോചിച്ചു നോക്കണം. നിങ്ങളുടെ ഉമ്മയായിരുന്നു ആ സ്ഥാനത്ത് എങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്നൊന്ന് ആലോചിച്ചു നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ ഗശ്ശന ഫലൈസ മിന്നാ, വഞ്ചിക്കുന്നവൻ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, അവിഹിതമായി ഒരു മെസ്സേജ് പോലും ഞാൻ അയക്കുകയില്ല. എന്റെ റസൂലിന്റെ കൽപ്പനയാണ്, എന്റെ റസൂൽ പറഞ്ഞത് അയക്കാൻ പാടില്ല, സ്ത്രീകൾ ഫിത്നയാണ് എന്ന് റസൂൽ പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ആത്മാർത്ഥമായി വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം. എത്രയെത്ര കുടുംബ ബന്ധങ്ങളാണ്, എത്ര എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോയത് ഇത്തരം അവിഹിതങ്ങൾ മൂലമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മൂലം ഒരു കുടുംബവും തകർന്നു പോകുന്നില്ല എന്ന ഉറപ്പ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ ചെയ്ത തിന്മ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്ര വലിയ തിന്മയാണ് അവർ ചെയ്തത്. അള്ളാഹുവിനോട് ചെയ്ത തിന്മയാണ്, സ്വന്തം ഉപ്പയോട് അവർ ചെയ്തത് തിന്മയാണ്. ഉപ്പയിൽ നിന്ന് മകനെ അവർ അകറ്റി. യൂസുഫ് എന്ന പ്രവാചകനോട് അവർ ചെയ്തത് തിന്മയാണ്, കുടുംബത്തോട് ചെയ്ത തിന്മയാണ്. എന്തിനേറെ ആ സംഭവം തന്റെ ഉപ്പ മക്കളോട് ചോദിക്കുന്ന സന്ദർഭത്തിലെല്ലാം അവർ കളവ് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന്. അവസാനം അവർ ഉപ്പയോട് ചോദിക്കുന്നുണ്ട്, ഖാലു യാ അബാന ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. ഓ പൊന്നുപ്പ, ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റ് റബ്ബിനോട് പാപമോചനം ചോദിച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാ മക്കൾ പറഞ്ഞു എന്ന്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, തിന്മ അത് എത്ര ചെറുതാണെങ്കിലും വളരെ ജാഗ്രതയോടുകൂടിയിട്ടാണ് ആ തിന്മ നമ്മൾ കാണേണ്ടത് എന്ന്. മുൻഗാമികളായ സലഫുകളെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവരുണ്ടാക്കിയ സ്വത്തിന്റെ പകുതി സ്വതക്ക കൊടുത്ത എത്ര മുൻഗാമികളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തിനേറെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മദീനയിലെ മുഹദ്ദിസ് എന്നറിയപ്പെടുന്ന അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫിളഹുല്ലാ, അദ്ദേഹത്തിന് ഒരിക്കൽ സുബ്ഹി ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ആ സുബ്ഹി നിസ്കാരം പള്ളിയിൽ പോയി നിസ്കരിക്കുകയും എന്നിട്ട് ഇശാഇന്റെ സമയം വരെ അദ്ദേഹം പള്ളിയിൽ കഴിച്ചുകൂട്ടിയെന്ന്. അത്രയും സൂക്ഷ്മതയാണ് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർക്കുമുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ, എന്തിന് ഒരു നിസ്കാരത്തിന്റെ സമയം പോലും നഷ്ടപ്പെട്ടാൽ, ഒരു ഈച്ച നമ്മുടെ മൂക്കിലൂടെ കടന്നു പോകുന്ന അത്രയും ലാഘവത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നതെങ്കിൽ മാറാൻ ഒരുപാടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വർഷങ്ങൾ നമ്മിലൂടെ വളരെ വേഗതയിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ മാറ്റങ്ങളില്ലാത്ത ഒരു പോക്കാണ് പോകുന്നതെങ്കിൽ ഏതുവരെ ആയിരിക്കും നമ്മുടെ പോക്ക് എന്നൊന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. അവസാനം മരണപ്പെടുമ്പോൾ ഒന്നും തന്നെ ബാക്കിയായിക്കൊണ്ട് നമ്മുടെ കയ്യിലില്ല എങ്കിൽ നഷ്ടമാണ് ദുനിയാവിലെ ജീവിതം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നാലാമതായി, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയ ഗുണപാഠം, ഏതൊരു വ്യക്തിയുടെയും അവസാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുക എന്ന്. അൽ ഇബ്റതു ബികമാലിൻ നിഹായാത്ത് ലാ ബിനഖ്സിൽ ബിദായാത്ത്.
തുടക്കത്തിൽ എത്ര പോരായ്മയുണ്ടായാലും മരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ അവസ്ഥ എന്ത്, മരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ വിശ്വാസം എന്ത്, മരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ ഈമാൻ എവിടെ എന്നതാണ് ചോദ്യം ചെയ്യപ്പെടുക എന്നാണ്. ഒരു ഓട്ട മത്സരത്തിൽ ആദ്യത്തിൽ എത്ര തന്നെ ഓടുന്നവന് തകർച്ച സംഭവിച്ചാലും ഒരു പതറലുണ്ടായാലും അവസാനത്തെ ഫിനിഷിംഗ് ലൈനിലേക്ക് ആരാണ് ആദ്യം എത്തുന്നത് എന്നാണ് പരിഗണിക്കപ്പെടുക. അതേപോലെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുക നിങ്ങളുടെ അവസാനമാണ്. നിങ്ങൾ ജീവിതത്തിന്റെ തുടക്കത്തിൽ തിന്മകൾ ചെയ്ത ആളുകളായിരിക്കാം, എന്നാലും ശരി അതിൽ നിന്നെല്ലാം തൗബ ചെയ്ത് ആത്മാർത്ഥമായി മടങ്ങി ഇനി അതിലേക്കൊരു മടക്കമില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കണം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സഹോദരന്മാർ അവർ ചെയ്ത തിന്മ എത്ര വലുതാണ്. സ്വന്തം സഹോദരനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇടുകയാണ്. എന്നിട്ട് ആ സഹോദരങ്ങളെ കുറിച്ച് പിന്നീട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അവർ സ്വാലിഹീങ്ങളാണ് എന്നാണ്. അവർ ഏറ്റവും നല്ല മനുഷ്യരാണ് എന്ന് വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തിനേറെ ചില മുഫസ്സിരീങ്ങൾ, ചില തഫ്സീർ രചിച്ച പണ്ഡിതന്മാർ പറയുകയുണ്ടായി അവർ അമ്പിയാക്കൾക്ക് തുല്യമാണ് എന്ന അഭിപ്രായം പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും വലിയ തിന്മയൊന്നും നമ്മൾ ആരും ചെയ്തിട്ടില്ല. ഒരു പ്രവാചകനെയും നമ്മൾ വകവരുത്തിയിട്ടില്ല. ഒരു ഉപ്പയെയും നമ്മൾ ഇത്രമാത്രം വിഷമിപ്പിച്ചിട്ടില്ല. എങ്കിൽ നമുക്ക് തൗബയുടെ വാതിൽ മരിക്കുന്നതുവരെ തുറന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുക. നമുക്ക് നല്ലൊരു ജീവിതത്തിന് ഇനിയും പ്രതീക്ഷകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൗബ ചെയ്ത് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. മരിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും നല്ല മരണം കാഴ്ചവെക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എത്ര നല്ലവനായാലും എത്ര നല്ല സൽക്കർമ്മങ്ങൾ ആളുകളുടെ മുമ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മരിക്കുന്ന നേരത്ത് എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾക്ക് ആർക്കും അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് മരണത്തിന്റെ നേരത്ത് പിശാചിന്റെ ഒരു റാഞ്ചി എടുക്കലുണ്ട് എന്നാണ്. പിശാച് അവനെ ഈമാനിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയെങ്കിലും അവനെ ഈമാനിൽ നിന്ന് പുറത്തു ചാടിക്കാൻ വേണ്ടി പിശാച് മരണത്തിന്റെ സന്ദർഭത്തിൽ വന്നെത്തുമെന്ന്. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, അള്ളാഹുവേ നമ്മുടെ അവസാനം ഏറ്റവും നല്ല അവസാനമാക്കി മാറ്റണേ എന്ന പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ്. ചരിത്ര സംഭവങ്ങൾ നമ്മളൊന്ന് എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ തൃപ്തി അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഒരു പഴയകാല ചരിത്രം, ഒരു പാസ്റ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉഹദ് യുദ്ധത്തിൽ മുശ്രിക്കീങ്ങളുടെ നേതാവായിരുന്നു അദ്ദേഹം. ഖൈബറിൽ, ഖന്തക്കിൽ മുശ്രിക്കീങ്ങളുടെ നേതാവായിരുന്നു അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ നേതൃത്വ സ്ഥാനം വഹിച്ച മുശ്രിക്കീങ്ങളിലെ പ്രധാനിയാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഒരു മാറ്റത്തിന്റെ കഥ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന് പറയാനുണ്ട്. ഉഹദിന്റെ സന്ദർഭത്തിൽ ചരിത്രം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അഫിൽ ഖൗമി മുഹമ്മദ്, എവിടെയാണ് മുഹമ്മദ്, എവിടെയാണ് എന്ന് ഉറക്കെ ചോദിക്കുകയാണ്. സഹാബാക്കൾ ആരും തന്നെ ഒന്നും മിണ്ടുന്നില്ല. റസൂൽ പറഞ്ഞു, ലാ തുജീബൂഹു, നിങ്ങൾ ഒരു ഉത്തരവും നൽകേണ്ടതില്ല. വീണ്ടും ചോദിച്ചു, അഫിൽ ഖൗമി ഇബ്നു അബീ ഖുഹാഫ, എവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തുജീബൂഹു, അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കേണ്ടതില്ല. അഫിൽ ഖൗമി ഇബ്നുൽ ഖത്താബ്, എവിടെയാണ് ഉമർ എന്ന് അബൂ സുഫിയാൻ ഉറക്കെ ചോദിക്കുകയാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു, ഉത്തരം പറയേണ്ടതില്ല. ആ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ പറയുകയാണ്, ഇന്ന ഹാഉലാഇ ഖുതിലു ഫലൗ കാനൂ അഹ്യാഅൻ ലഅജാബു, അവരെല്ലാ ആളുകളും മരണപ്പെട്ടിരിക്കുന്നു, അവർ ജീവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ അവർ മറുപടി പറയുമായിരുന്നു എന്ന്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അത് സഹിച്ചില്ല എന്ന്. റസൂലും അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹും അജ്മഈൻ ഇവരെല്ലാം മരണപ്പെട്ടു എന്നെങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, കദബ്ത യാ അല്ലാഹുവിന്റെ ശത്രുവേ, നിനക്ക് നാശം, നീ കള്ളമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു എന്ന്. നിനക്ക് നിന്യത ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തു. ആ സമയത്ത് അബൂ സുഫിയാൻ പറയുകയാണ്, ഞാൻ ആരാധിക്കുന്ന ഹുബൽ എന്ന ദൈവം അത് എത്ര ഉന്നതനാണ് എന്ന് അബൂ സുഫിയാൻ അവിടെ വെച്ച് ഉറക്കെ പറയുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല, അജീബൂഹു, നിങ്ങൾ ഇപ്പോൾ ഉത്തരം പറയണം. തൗഹീദിനെതിരെയാണ് സംസാരിച്ചത്, അള്ളാഹുവിനെതിരെയാണ് സംസാരിച്ചത്. സൃഷ്ടിക്കപ്പെട്ടത് എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ ആ ലക്ഷ്യത്തിനെതിരെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മറുപടി പറയണമെന്ന് പറഞ്ഞു. ആ സമയത്ത് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, എന്താണ് റസൂലെ ഞങ്ങൾ
ഞങ്ങൾ പറയേണ്ടത് ഖൂലു അല്ലാഹു അഅ്ലാ വ അജൽ, അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ, അല്ലാഹുവിനാണ് എല്ലാ മഹത്വവും ഉള്ളത് എന്ന് സഹാബാക്കളോട് പറയാൻ പറഞ്ഞു എന്നാണ്. ആ സമയത്ത് അബൂ സുഫിയാൻ വീണ്ടും പറയുകയാണ്, ലനാ ഉസ്സ വലാ ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഞങ്ങൾ ആരാധിക്കുന്ന ഉസ്സ എന്ന ദൈവമുണ്ട്, നിങ്ങൾക്ക് ഉസ്സ ഇല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഉത്തരം പറയുക, ഖൂലു, നിങ്ങൾ പറയണം, അല്ലാഹു മൗലാന വലാ മൗലാ ലക്കും, ഞങ്ങൾക്കുള്ള മൗല, ഞങ്ങളുടെ സഹായി, ഞങ്ങളുടെ രക്ഷിതാവ് അത് അല്ലാഹുവാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു രക്ഷിതാവില്ല എന്നാണ്. എന്നിട്ട് അബൂ സുഫിയാൻ പറയുകയാണ്, യൗമുൻ ബിയൗമി ബദർ, ഇത് നിങ്ങൾ ബദറിൽ ഞങ്ങൾക്ക് തന്ന തോൽവിയുടെ കൈപ്പുനീരുണ്ട്, അതിനുള്ള മറുപടിയാണ് ഉഹദ് എന്ന് അബൂ സുഫിയാൻ പറഞ്ഞു എന്നാണ്. എന്നാൽ ഫത്ഹ് മക്ക സന്ദർഭത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നമ്മൾ കാണുന്ന അബൂ സുഫിയാൻ അദ്ദേഹം വല്ലാതെ അങ്ങ് മാറിയിരുന്നു എന്നാണ്. ഇസ്ലാമിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ള, റസൂലിനോട് അങ്ങേയറ്റത്തെ താല്പര്യമുള്ള, ദീനിനു വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായിരുന്ന ഒരാളായി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മാറിയിരുന്നു എന്നാണ്. ത്വായിഫിന്റെ ദിവസം യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിന് പരിക്കുണ്ടായി. റസൂലിന്റെ അടുക്കൽ പോയി പറഞ്ഞു, റസൂലെ, കണ്ണിന് പരിക്ക് ബാധിച്ചിട്ടുണ്ട്, സാരമായ പരിക്കാണ്, എന്റെ കാഴ്ച പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കും, നിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടും, നിന്റെ കണ്ണിന്റെ പരിക്ക് അത് മാറിക്കിട്ടും. അതല്ല, നീ ക്ഷമിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നീ ക്ഷമിച്ചുകൊള്ളുക, നിനക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബൂ സുഫിയാനിന്റെ മറുപടി, ബലിൽ ജന്ന, എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാലും ശരി എനിക്ക് സ്വർഗം മതി എന്നായിരുന്നു അബൂ സുഫിയാനിന്റെ മറുപടി എന്നാണ്. യർമൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അങ്ങേയറ്റത്തെ മുസ്ലിമീങ്ങളും റോമക്കാരും വളരെയധികം പോരിട്ടുകൊണ്ടിരിക്കുന്ന, മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു യുദ്ധത്തിന്റെ അവസ്ഥയിൽ മുസ്ലിമീങ്ങളുടെ ശബ്ദം നിലച്ചുപോയി എന്നാണ്. ആർക്കും ശബ്ദിക്കാൻ സാധിക്കുന്നില്ല, ഉറക്കെ സംസാരിക്കാൻ സാധിക്കുന്നില്ല. ആ സന്ദർഭത്തിൽ ഒരാൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, യാ നസ്റല്ലാഹി യഖ്തരിബ്, അല്ലാഹുവിന്റെ സഹായം അത് അടുത്തു തന്നെയുണ്ട് എന്നൊരാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ്. അങ്ങനെ ഒരു സഹാബി അതാരാണ് എന്ന് നോക്കിയപ്പോൾ അത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നാണ്. അതുകൊണ്ട് തിരിച്ചറിയേണ്ടത്, എത്ര തന്നെ മോശമായ വ്യക്തിയാണ് നമ്മളെങ്കിലും, എത്ര വലിയ തിന്മയിൽ നമ്മൾ അകപ്പെട്ടിട്ടുണ്ട് എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലിന്റെ ശത്രുക്കളായി നമ്മൾ ജീവിച്ചിട്ടില്ല. റസൂലിനെതിരെ ഒരു വാക്ക് പോലും ഒരു മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ തിരിച്ചറിയുക, മാറ്റത്തിന് നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഓരോ അടിമകളും അവനിലേക്ക് അടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, തിന്മയിൽ അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആത്മാർത്ഥമായി രാവിന്റെ അന്ത്യയാമങ്ങളിൽ അല്ലാഹുവിനോട് ഇരു കൈകളും നീട്ടി, റബ്ബേ, ഇനി അത്തരം തിന്മകളിലേക്ക് മടക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് അഞ്ചാമതായി നമുക്ക് ലഭിക്കുന്ന പാഠം, ക്ഷമയുടെ എല്ലാ നെല്ലിപ്പലകയും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. നിർബന്ധമായി ക്ഷമിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. സ്വന്തം സഹോദരന്മാരിൽ നിന്നുണ്ടായ ആ ഒരു തീക്ഷ്ണമായ പരീക്ഷണം, അതിൽ നിന്ന് അദ്ദേഹം ക്ഷമയോടുകൂടി നേരിട്ടു എന്നുള്ളതാണ്. എത്ര വർഷം അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു. എല്ലാത്തിന്റെയും തുടക്കം അദ്ദേഹത്തിന്റെ സഹോദരന്മാർ ചെയ്തത് മൂലമായിരുന്നു. അതുകൊണ്ട് തിരിച്ചറിയേണ്ടത്, ഇസ്ബിറു വസാബിറു, നിങ്ങൾ ക്ഷമിക്കണം, ക്ഷമയാണ് ജീവിതത്തിന്റെ എല്ലാം, ക്ഷമയാണ് വിജയത്തിന്റെ എല്ലാം എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദീനിൽ ഒരാൾക്ക് ഇമാമത്ത് ലഭിക്കുക, ദീനിൽ ഒരാൾക്ക് നേതൃത്വ പദവി ലഭിക്കുക, അത് ക്ഷമയിലൂടെയാണ് എന്ന് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ ക്ഷമയുടെ എല്ലാ മൂർത്തഭാവവും റസൂലിന്റെ ജീവിതത്തിലൂടെ നേളിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷമിക്കുന്ന, വളരെ ഈ ഒരു കാലത്ത് നമുക്ക് അത്ഭുതമുളവാക്കുന്ന യൂസുഫ് നബിയുടെ ഒരു ക്ഷമ, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് രാജാവിന്റെ ഭാര്യയാണ് വരുന്നത്. എല്ലാ സ്ഥാനമാനവും ഉള്ളവൾ, തറവാടുള്ളവൾ, കാണാൻ ഭംഗിയുള്ളവൾ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ തിന്മയിലേക്ക് ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ യൂസുഫ് നബി പറയുന്നത്, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് പറയുന്നത്, ഈ പരീക്ഷണത്തെക്കാളും എനിക്കിഷ്ടം ജയിലിൽ പോയി കഴിയലാണ് എന്നായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മറുപടി. അതുകൊണ്ട് തിരിച്ചറിയുക, അവിഹിതത്തിനു വേണ്ടി നമ്മെ ആരെങ്കിലും ക്ഷണിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ ഒരു നിമിഷ നേരം ക്ഷമിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഏറ്റവും നല്ല
പര്യവസാനമാണ് നമുക്ക് ലഭിക്കുക. ഇനി അതല്ല, ആ ഒരു നേരത്തെ മെസ്സേജ്, ആ മെസ്സേജിലൂടെ നമ്മൾ ആരംഭിക്കുകയാണ് എങ്കിൽ നമ്മൾ തിരിച്ചറിയുക, കാലാകാലം ആളുകളുടെ മുമ്പിൽ നിന്ദനായി കഴിയേണ്ട ഒരവസ്ഥ വരും എന്നോർക്കുക. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ പോയി കഴിയുകയാണ്. ആ തിന്മ ഞാൻ മരിച്ചാലും ഞാൻ ആ തിന്മയിൽ അകപ്പെടുകയില്ല. എനിക്ക് ജയിലിൽ എത്ര വർഷം ഞാൻ ജയിലിൽ കിടന്നാലും ശരി, ആ തിന്മയിലേക്ക് ഞാൻ അടുക്കുന്ന ഒരവസ്ഥാവിശേഷം പോലും ഉണ്ടാവുകയില്ല എന്നാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലാ തഖറബുസ് സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത് എന്ന ഇസ്ലാമിന്റെ അധ്യാപനം കാലാതീതമാകുന്നത് അവിടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യൂസുഫ് നബിയുടെ ജീവിതത്തിൽ എല്ലാ തലത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയും അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജയിൽവാസത്തെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, അകാരണത്താൽ, ഒരു കാരണവുമില്ലാതെയായിരുന്നു അദ്ദേഹം ജയിലിൽ കഴിയേണ്ടി വന്നത് എന്നാണ്. നമ്മുടെ കൂട്ടത്തിലും ആ രൂപത്തിൽ ജയിലിൽ കഴിയേണ്ടി വരുന്ന ആളുകൾ ഉണ്ടായേക്കാം. അത്തരം പരീക്ഷണങ്ങൾക്ക് വിധേയമായ ആളുകൾ ഉണ്ടായേക്കാം. അവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ യൂസുഫ് നബിയുടെ ചരിത്രം അയവിറക്കുക. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു നല്ല തുടക്കം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്തരം പരീക്ഷണങ്ങളിൽ അകപ്പെട്ട ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ മോചനം അള്ളാഹു അവർക്ക് കൊടുക്കുമാറാകട്ടെ. അവർക്കെതിരിൽ അങ്ങനെയുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിച്ച ആളുകൾക്ക് അള്ളാഹു ദുനിയാവിൽ തന്നെ നിന്യത അവർക്ക് കൊടുക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു യൗമൽ ഖിയാമത ലാ ദില്ല ഇല്ലാ ദില്ല. ഒരു തണലുമില്ലാത്ത ദിവസം 7 ആളുകൾക്ക് അള്ളാഹു തണൽ വിരിച്ചു കൊടുക്കുന്ന, ഒരു തണലും അന്നുണ്ടാവുകയില്ല. ഒരു ചാണ് മുകളിലായിരിക്കും സൂര്യൻ നമ്മുടെ തലയുടെ മീതെ ഉണ്ടാകും. അന്ന് തണൽ ലഭിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നത്, റജുലുൻ ദഅത്ഹു ഇംറഅത്തുൻ ذات منصب وجمال الى نفسها قال اني اخاف الله. ഒരു സ്ത്രീ, കുടുംബം, നല്ല കുടുംബമുള്ള, തറവാടിത്തമുള്ള, കാണാൻ ഭംഗിയുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീ വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അങ്ങനെ ക്ഷണിക്കുമ്പോൾ ആ വ്യക്തി പറയുകയാണ്, ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട്, ഞാൻ ഈ തിന്മക്ക് നിനക്ക് നിന്നു തരുകയില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പറയുന്ന ആളുകൾക്കാണ് ഖിയാമത്ത് നാളിൽ ഒരു തണലുമില്ലാത്ത ദിവസത്തിൽ അള്ളാഹുവിന്റെ തണൽ ലഭിക്കുക എന്ന്. അങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ ദൃഢമായ ഈമാൻ നമുക്കുണ്ടാകണം. ആ ഈമാൻ ദൃഢീകരിക്കണമെങ്കിൽ നമ്മുടെ നിസ്കാരം, നമ്മുടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം, ആളുകളോടുള്ള ഇടപാടുകൾ, ഇതെല്ലാം വളരെ കൃത്യമായി, വളരെ ശുദ്ധമായി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം വളരെ കൃത്യമായി ക്രമീകരിക്കുന്ന, അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു കാന ലഹു കഅജ്രി ഹജ്ജിൻ താമ്മൻ ഹജ്ജതഹു. ആരെങ്കിലും ഒരാൾ പള്ളിയിലേക്ക് അറിവ് പഠിക്കാൻ വേണ്ടി, പള്ളിയിലേക്ക് ദീന് പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവന് ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്നാണ്. പൂർണ്ണമായി ഒരാൾ ഹജ്ജ് ചെയ്താൽ എന്താണോ പ്രതിഫലമായി ലഭിക്കുക, അതേ പ്രതിഫലം ദീന് പഠിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ചെന്നാൽ ലഭിക്കുമെന്നാണ് റസൂലുന, നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ഈ പള്ളിയിൽ ഒരുപാട് അറിവിന്റെ സദസ്സുകൾ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കണം. മാസത്തിൽ നടക്കുന്ന പരിപാടികളുണ്ട്. ഇനി അതല്ല, ആഴ്ചയിൽ നടക്കുന്ന അറിവിന്റെ സദസ്സുകളുണ്ട്. ആഴ്ചയിൽ നടക്കുന്ന അറിവിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എത്രയെത്ര സമയങ്ങൾ നമ്മൾ മറ്റു പല കാര്യങ്ങൾക്കും നീക്കിവെക്കാറുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി എത്ര സമയം നമ്മൾ മാറ്റിവെച്ചു എന്നൊന്ന് നമ്മൾ ആലോചിക്കണം. നിർബന്ധമായും വരുന്ന ഖുതുബയിലേക്ക് പോലും വൈകി വന്ന്, അതല്ലെങ്കിൽ അവിടെ ഇരുന്ന് അശ്രദ്ധമായി ഇരുന്ന് അതും കൃത്യമായി കേൾക്കാതെ നിങ്ങൾ ആ ഖുതുബയിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് എങ്കിൽ
ദീനിനോട് എന്ത് താല്പര്യമാണുള്ളത്? ദീനിനോട് എന്ത് പ്രതിബദ്ധതയാണ് നിങ്ങൾക്കുള്ളത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഞാൻ കച്ചവടത്തിന് പോവുകയും മറ്റേ ദിവസം അറിവിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുമെന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നത്. അവിടെയാണ് അദ്ദേഹം എന്തുകൊണ്ട് ഖലീഫയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വ ബോധമുണ്ട്. അദ്ദേഹം സ്വന്തം കുടുംബത്തിന് എത്തിക്കേണ്ടത് എത്തിക്കുകയും എന്നാൽ അതേ സമയത്ത് അള്ളാഹുവിനോടുള്ള ബാധ്യത അദ്ദേഹം മറക്കുകയും ചെയ്തിട്ടില്ല എന്നാണ്. എന്നാൽ നമ്മളിൽ പല ആളുകളും അറിവിന്റെ സദസ്സിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ എത്രയെത്ര കാരണങ്ങളാണ്, ഇല്ലാത്ത കാരണങ്ങളാണ് ആളുകൾ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, അറിവ് പഠിക്കാത്ത, അറിവിനോട് താല്പര്യമില്ലാത്ത, അറിവിനോട് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയിൽ യാതൊരു ഖൈറുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. നമ്മുടെ മക്കളെ ചില അറിവിന്റെ സദസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ ബോധപൂർവം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ അവർ കാണുന്നതും അവരിടപെടുന്നതും അവർ കേൾക്കുന്നതും എല്ലാം തിന്മയുമായി ബന്ധപ്പെട്ട മ്ലേച്ഛമായ കാര്യങ്ങളാണ് സ്ക്രീനിലൂടെ അവരറിയാതെ കാണാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നിർബന്ധ ബുദ്ധിയോടെ അവരെ നന്മയിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് തിരിച്ചറിയുക. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടി മാത്രം മതപഠന ക്ലാസുകൾ നടക്കുന്നുണ്ട്. കുട്ടികൾക്ക്, സ്കൂൾ കഴിഞ്ഞ കുട്ടികൾക്ക്, മദ്രസയിൽ പഠിക്കാത്ത കുട്ടികൾക്കൊക്കെ വേണ്ടി, എല്ലാ കുട്ടികൾക്കും വേണ്ടി ഇവിടെ നടക്കുന്ന അറിവിന്റെ സദസ്സിലേക്ക് നിങ്ങളുടെ മക്കളും എത്തിച്ചേരുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. മനസ്സിലാക്കേണ്ടത്, നാളെ നിങ്ങൾക്ക് ഉപകരിക്കുക ആ മകന്റെ ഒരു പ്രാർത്ഥനയായിരിക്കാം. അതുകൊണ്ട് ആത്മാർത്ഥമായി മക്കൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, ഒരു ഉപ്പ എന്ന നിലക്ക് ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, ഒരു ഉമ്മ എന്ന നിലക്ക് എന്ന ഉത്തരവാദിത്വം നിങ്ങളുടെ തലയിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ മക്കളെ ഈ പള്ളിയുടെ ആ സദസ്സിലേക്ക് കൊണ്ടെത്തിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട് കിതാബ് തൗഹീദ് എന്ന പേരിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം, ആ ഗ്രന്ഥവും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം സദസ്സുകൾക്ക് പങ്കെടുക്കാൻ നമ്മൾ താല്പര്യപൂർവ്വം മുന്നോട്ട് വരണം എന്നാണ് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ ആവരണം ചെയ്യുന്ന സദസ്സാണ് അറിവിന്റെ സദസ്സുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ദുനിയാവ് മൊത്തം അല്ലാഹു ശപിച്ചതാണ് എന്ന്. ദുനിയാവ് മൊത്തം അല്ലാഹു ശപിച്ചതാണ്. അല്ലാഹു ശപിക്കാതെ ബാക്കി വെച്ചത് അറിവിന്റെ സദസ്സുകളാണ്, അറിവുള്ള ആളുകളാണ്. അറിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ശാപത്തിന് ഇരയായിട്ടില്ല എന്ന് പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഓടി നടക്കുന്ന, നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന, നിങ്ങൾ നിങ്ങളുടെ സമയം മുഴുവനും ചെലവഴിക്കുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു വിലയുമില്ലാത്ത, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു വിലയുമില്ലാത്ത, അല്ലാഹു ശപിച്ച ആ ദുനിയാവിന് വേണ്ടിയാണ് എന്ന തിരിച്ചറിവുണ്ടാവുക. ആ നെട്ടോട്ടത്തിന്റെ ഇടയിൽ ആഖിറം മറന്നുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇടയിൽ ഒരു മരണം നമുക്ക് വന്നെത്താനുണ്ട്. അത് വന്നെത്തിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന ചോദ്യം നമ്മൾ നമ്മോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.